Yo, what's up guys? Welcome back to my channel. എന്തു ഹായ് പറ. ഒരു തേങ്ങ കാണുന്നില്ലല്ലോ. ആ ഗൈസ്, നമ്മളിന്ന് കോഴിക്കോട് ബാലുശ്ശേരി വന്നിരിക്കുകയാണ്. ഇവിടെ ഒരു അമ്പലത്തിൽ ഉത്സവമാണ്. അമ്പലത്തിൽ ഉത്സവമാണ്. ഉത്സവ സംഭവം ശരിയാണ്, പക്ഷെ പാർക്കിംഗ് ഇല്ല. അപ്പം നമ്മൾ ഒരു 15 മിനിറ്റ് അങ്ങോട്ടേക്ക് നടക്കാനുണ്ട്. അപ്പം അപ്പുറത്തേക്ക് പോവുകയാണെങ്കിൽ മുമ്പിൽ ഡാഡി മമ്മി ദീപു പോകുന്നു. എങ്ങനെ നടന്നു പോകുന്നു. ക്യാമറ ക്വാളിറ്റി നൈറ്റിൽ ഭയങ്കര മോശമായത് കാരണം ഒന്നും ചെയ്യാനില്ല. എന്താ എങ്ങനെയുണ്ടാ പരിപാടി? ലൈറ്റിംഗ് ഒക്കെ എങ്ങനെ കൊള്ളാം അല്ലേ? അഭിപ്രായം പറയാനുള്ളത് ആശംസകളും. ലോട്ടറി ഏജൻസീസ് ബാലുശ്ശേരി നിങ്ങളിലെ ഭാഗ്യവാന്മാരെ തിരഞ്ഞെടുക്കുന്ന ലോട്ടറി ഏജൻസി ദീപം ഏജൻസി. വിനയപൂർവ്വം അപേക്ഷിക്കുന്നതോടൊപ്പം ഗൈസ് വേണമരിക ലൈറ്റൊക്കെ കിട്ടിയത്. സംഭവം നല്ല വൈബ് അമ്പലം കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കുറേ സംഭവം കാണാനുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നോക്കിയാൽ കുറേ ലൈറ്റ് വർക്കൊക്കെ കാണാം. ഫ്രണ്ടിലേക്കൊക്കെ കുറേ തോരണമൊക്കെ തൂക്കിയാണ്ടോ. വയനാട്ടിലെന്നാലും ഇങ്ങനത്തെ സാധനം നമ്മൾ കണ്ടിട്ടില്ല. അതുകൊണ്ട് സാധനം വൈബാ. എന്തേനൊക്കെ 2 വാക്ക് പറയടാ. നിയമവും പോലീസും ഒന്നും ഈ കുറ്റത്ത് കാലുകുത്തില്ല. അവർക്ക് വേണ്ടത് ശിക്ഷിക്കാനുള്ള പ്രതിയാണെങ്കിൽ ഒന്നിനു പകരം 10 അവസരം കൊടുക്കും. അതിരുകളില്ലാത്ത സ്നേഹബന്ധം. അങ്ങനെ ഞങ്ങള് അമ്പലത്തിൽ കയറി തൊഴുതു. അമ്പലക്കുളം നല്ല സംഭവം, നല്ല പരിപാടി. അടുത്ത കൊല്ലം നമ്മള് വരുമോ? എന്തായാലും ഞാൻ വരും. എങ്ങനെ വരും? അച്ഛനോട് ഞാൻ എന്തായാലും വരും. അച്ഛൻ്റെ കൂടെയാ? എടാ സ്വന്തമായിട്ട് വണ്ടി വാങ്ങിയിട്ട് വണ്ടി എടുത്ത് വരുന്ന പറയടാ. അതെ വണ്ടി എടുത്ത് വരും. ഞാൻ മറ്റേ കോപ്പറേറ്റ് സൈഡിലിരിക്കും. അങ്ങോട്ട് കാരണം തിരക്കായിരിക്കും.
അതിലേക്ക് നമുക്ക് പോവാം. അവിടെ നിന്ന് കണ്ട ആനയുടെ ഫ്രണ്ട് ഭാഗം ഗൈസ് ഇവിടെ 30 വർഷത്തെ സേവന പാരമ്പര്യവുമായി ക്ലാസിക് മെറ്റൽ ഹൈസ്കൂൾ റോഡ് ബാലുശ്ശേരി നോക്കിയിട്ട് അവിടെ 9447544159. ആശംസകളോടെ VG Fireworks. നമ്മൾ മലയാളികൾക്ക് ഇപ്പോൾ ആഘോഷങ്ങളില്ലാത്ത ദിവസങ്ങളുണ്ടോ? ആഘോഷങ്ങൾ വർണ്ണശബളമാക്കാൻ VG Fireworks. നിലവാരമുള്ള ബ്രാൻഡുകൾ ശിവകാശി വിലയിൽ വിൽക്കുന്ന ബാലുശ്ശേരിയിലെ ഏക സ്ഥാപനം ഇപ്പോൾ 2 ഷോറൂമുകളിലായി ഹോൾസെയിലായും റീറ്റെയിലായും വിൽക്കപ്പെടുന്നു. Mira, está. Dia ngendra. വടിയെല്ലാം കഴിഞ്ഞ് വരാൻ നോക്കുമ്പോണ്ട് റോഡ് മൊത്തത്തിൽ ബ്ലോക്ക് എന്നൊക്കെ പറഞ്ഞാൽ ഏതോ ഒരു വണ്ടി കുത്തിക്കയറ്റിയിട്ട് ഒരു 10-15 മിനിറ്റ് ബ്ലോക്കായിരുന്നു. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു മന്തി കട കയറി നൈസായിട്ടുള്ള മന്തി